സാർ, ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, അതായത് ഈ സ്വർണ്ണക്കടത്ത് നടക്കുന്ന സമയത്ത് അതിന് അധികാരപ്പെട്ടവരും അത് ശബരിമലയിൽ ഈ സ്വർണം സംരക്ഷിക്കേണ്ട ചുമതലയുണ്ടായിരുന്ന സ്പെഷ്യൽ കമ്മീഷണർ അദ്ദേഹം എന്തുകൊണ്ട് ഇത്തരത്തിലൊരു കൊടും പ്രവൃത്തി നടക്കുന്ന അവസരത്തിൽ പുറം ലോകത്തെ അറിയിച്ചില്ല, അല്ലെങ്കിൽ അറിയിക്കേണ്ട കോടതിയെ അറിയിച്ചില്ല? പിന്നെ ഈ ശബരിമല പോലെ ഇത്രയും സ്വത്തും മറ്റും ഒക്കെയുള്ള ഈ സ്ഥലത്ത്, ക്ഷേത്രവകയായി തന്നെ കോടാനുകോടി രൂപയുടെ സ്വത്തുള്ള ഈ സ്ഥലത്ത് സ്ഥിരം ഏർപ്പെടുത്തിയിരുന്ന പോലീസ് സംവിധാനങ്ങളൊക്കെ അന്ന് എന്തെടുക്കുകയായിരുന്നു? ഇങ്ങനെയുള്ള ഈ സംശയം പൊതുജനത്തിന് ഇപ്പോൾ ഉണ്ടാവുകയാണ്. എന്തിനീ പോലീസ്, എന്തിനിങ്ങനൊരു കമ്മീഷണർ? തീർച്ചയായിട്ടും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നേരിട്ട് പങ്കെടുത്തിരിക്കുന്നത് ദേവസ്വം ബോർഡ്, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും, സംശയത്തിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ട് വന്നിരിക്കുന്നത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അതുപോലെ രാഷ്ട്രീയക്കാർ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇവരൊക്കെ ആണെങ്കിലും ഈ സംവിധാനത്തിന് ഉപരിയായി ശബരിമലയിലുള്ള സംവിധാനങ്ങളുണ്ട്. അതായത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിയോഗിച്ചിരിക്കുന്ന ഒരു സ്പെഷ്യൽ കമ്മീഷണറുണ്ട്. അദ്ദേഹത്തിന് വിപുലമായ അധികാരമാണുള്ളത്. അതായത് ശബരിമലയിലെ ദൈനംദിന കാര്യങ്ങളെക്കുറിച്ച് പോലും ബോർഡിനോട് അന്വേഷിക്കാനും രേഖകൾ പരിശോധിക്കാനും ബോർഡിൻ്റെ തീരുമാനങ്ങളെക്കുറിച്ച് വിശദീകരണം ചോദിക്കാനും ഒക്കെ അധികാരമുള്ള ജില്ലാ ജഡ്ജി, ഏതെങ്കിലും ഒരു ജില്ലാ ജഡ്ജി പദവിയിലിരിക്കുന്ന ഒരാളാണ് സ്പെഷ്യൽ കമ്മീഷണർ. അങ്ങനെയുള്ള സ്പെഷ്യൽ കമ്മീഷണർ തന്നെ നിയോഗിച്ചിരിക്കുന്ന കേരള ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ 2019 നടന്ന എന്ന് നമ്മളിപ്പോൾ പോലീസ് പറയുന്ന, അല്ലെങ്കിൽ അതിലേക്കാണല്ലോ അന്വേഷണമുള്ളത്, ആ സ്വർണ്ണക്കൊള്ളയെ അന്നിരുന്ന സ്പെഷ്യൽ കമ്മീഷണർ അറിഞ്ഞില്ലേ? ഇനി അതല്ല, അദ്ദേഹം അന്ന് റിപ്പോർട്ട് അധികാരികൾക്ക് കൊടുത്തിരുന്നോ? അറിഞ്ഞില്ലെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം അറിയാതിരുന്നത്? വളരെ ഗൗരവമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഈ സ്പെഷ്യൽ കമ്മീഷണർക്കുപരിയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ശബരിമലയിലെ സുരക്ഷാ കാര്യത്തിൽ ചീഫ് സെക്യൂരിറ്റി കോർഡിനേറ്റർ എന്ന് പറഞ്ഞൊരു പോസ്റ്റുണ്ട്. അന്ന് എനിക്ക് തോന്നുന്നത് ആദ്യം അനിൽകാന്ത്, ADGP ആയിരുന്ന അനിൽകാന്ത് ആയിരുന്നു. അക്കാലത്ത് സെക്യൂരിറ്റിയുടെ ചുമതല ഉണ്ടായിരുന്നത് അനിൽകാന്ത് DGP ആയിരുന്നില്ല സാർ? അനിൽകാന്ത് DGP ആയല്ലോ സാർ? അല്ല, ആ സമയത്ത് ADGP ആയിരുന്നാണ് എനിക്ക് തോന്നുന്നത്. DGP ആയിരിക്കാം ചിലപ്പോൾ, എനിക്ക് അത്ര കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. അല്ല, അദ്ദേഹം DGP ആയി വിരമിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞോളൂ സാർ. മനോജ് എബ്രഹാം ഉണ്ട് അവിടെ, സീനിയർ IPS ഓഫീസറായ മനോജ് എബ്രഹാം ഉണ്ട്, സുരക്ഷാ ചുമതലയായി. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം അജിത് കുമാർ വന്നു, പിന്നീട് ADGP ആയ അനിൽകുമാർ വന്നു. ഇപ്പോഴാണ് ശ്രീജിത്ത് അവിടുത്തെ ചുമതലയിലേക്ക് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞ വളരെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ സുരക്ഷയുടെയും അതുപോലെ ശബരിമലയുടെ ഒരുപാട് കാര്യങ്ങളുടെയും കോർഡിനേഷനായിട്ട് അവിടെ ഉണ്ട്. അവിടെ ഒരു ഇൻ്റലിജൻസ് സംവിധാനമില്ലേ? പോലീസിന് ഒരു ഇൻ്റലിജൻസ് ഉണ്ട്, കേരള പോലീസിന് ഇൻ്റലിജൻസ് ഉണ്ട്. ഇൻ്റലിജൻസിൻ്റെ ചുമതലയുള്ള ഒരു ADGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനുണ്ട്. അതും കൂടാതെ ശബരിമലയിൽ ഒരു കൺട്രോൾ റൂമുണ്ട്. ആ കൺട്രോൾ റൂമിൽ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അപ്പം ഇവരൊന്നും ഈ ശബരിമലയിൽ നടക്കുന്ന ഈ പെരുങ്കൊള്ള അറിഞ്ഞില്ലേ? ഇപ്പം സ്പെഷ്യൽ ബ്രാഞ്ച് സാധാരണഗതിയിൽ എല്ലാ ദിവസവും കേരള പോലീസിലെ സ്പെഷ്യൽ ബ്രാഞ്ച് SP വഴി ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് അതാത് വിശേഷങ്ങൾ അറിയിക്കുമല്ലോ. ആ സ്പെഷ്യൽ ബ്രാഞ്ചും പത്തനംതിട്ടയുണ്ടല്ലോ, അവരിതൊന്നും അറിഞ്ഞില്ലേ? അപ്പോൾ ഇതെന്താണ്? ഒരു സംവിധാനം മൊത്തം പരാജയപ്പെട്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതെ പരാജയപ്പെടും. അത് ഒരുപാട് വളരെ ഗൗരവമുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ഉയരുന്നത്. അതായത് സ്പെഷ്യൽ കമ്മീഷണറിലേക്ക് നമുക്ക് തിരിച്ചു വരാം. 2016 മുതൽ 24 വരെ ഇരുന്ന സ്പെഷ്യൽ കമ്മീഷണർക്ക് ഒന്നുകിൽ അദ്ദേഹം തന്നിൽ അർപ്പിച്ച ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു, അതല്ലെങ്കിൽ അദ്ദേഹം അത് ചെയ്തില്ല. എന്തുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെട്ടില്ല. അത് അന്വേഷിക്കേണ്ട വിഷയമാണ്. ഇന്ന് ഞാൻ മാധ്യമങ്ങളിലൊക്കെ വായിച്ചത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്ന SIT ചോദ്യാവലി തയ്യാറാക്കുകയാണെന്നും
ആ ചോദ്യാവലി ഹൈക്കോടതിയുടെ അനുവാദത്തോടുകൂടി ജില്ലാ ജഡ്ജി റാങ്കിലുള്ള ആ പദവിയിലുള്ള ആ പിന്നെ അന്നത്തെ സ്പെഷ്യൽ കമ്മീഷണർക്ക് കൊടുക്കുമെന്നും അദ്ദേഹത്തിൻ്റെ മറുപടി വാങ്ങിക്കുമെന്നും ഒക്കെ. അപ്പോൾ ഇതിനി മറ്റൊരു തന്ത്രമായിട്ട് SIT ഉപയോഗിക്കുകയായിരുന്നു. അതും നമുക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം ഒരു ജില്ലാ ജഡ്ജി ഉൾപ്പെടുന്നതായിട്ട് ഈ ഒരു കേസിലേക്ക് വലിച്ചഴച്ചിട്ട് അതിൻ്റെ പേരിൽ ഈ പറയുന്ന മുഖ്യപ്രതികളായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ഉൾപ്പെടുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അതുപോലെ മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, പിന്നെ ദേവസ്വം ബോർഡ് മെമ്പർ, ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന വിജയകുമാർ, ഇപ്പോൾ പിന്നെ മുങ്ങി നടക്കുന്ന ശങ്കർദാസ്, ഇങ്ങനെയൊക്കെയുള്ളവരെ രക്ഷിക്കാനുള്ള മറ്റൊരടവായിട്ട് ഈ പിന്നെ സ്പെഷ്യൽ കമ്മീഷണറെ ചോദ്യം ചെയ്യണം എന്നുള്ള ഒരു ആശയമിട്ട് അതും അങ്ങനെ ഒരു തന്ത്രമാകരുത്. പക്ഷേ അതേസമയം ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്, ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. കാരണം സ്പെഷ്യൽ കമ്മീഷണർ ഈ സംവിധാനങ്ങളിലൊക്കെ അപാകതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടാണല്ലോ കോടതി ഇങ്ങനൊരു ഈ ഔദ്യോഗിക സംവിധാനത്തിന് പുറത്തു നിന്നുള്ള ന്യായാധിപനെ കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനും പറ്റുന്നില്ലെങ്കിലും ഇതെന്താണ് കുറുന്തോട്ടിക്കും വാദവും. ഇത് വല്ലാത്ത ഒരു പ്രതിസന്ധിയാണ്. കാരണം ഒരു സംസ്ഥാനം, ഇതിനാണ് ഇംഗ്ലീഷിൽ പറയും ബ്രോക്കൺ സ്റ്റേറ്റ് എന്ന് പറയും. അതായത് ഒരു സിസ്റ്റം മുഴുവൻ ഇല്ലാതായി. ഇത് സിസ്റ്റമിക് ഫോൾട്ടാണ്. അതായത് വ്യക്തിയുടെ കുഴപ്പമല്ല, സംവിധാനം മൊത്തം അഴിമതി ആയി. പിന്നെ ഇവിടെ ഒരുപാട് വേറെ ചോദ്യങ്ങളുണ്ട്. അതായത് ഈ സ്പെഷ്യൽ കമ്മീഷണർക്ക് വേണ്ടി ശബരിമലയിലെ ജോലി ചെയ്യുന്നതിന് വേണ്ടി എത്ര ആയിരം രൂപ ചെലവാക്കുന്നുണ്ട് അദ്ദേഹത്തിന് വരാനും പോകാനും. പിന്നെ അദ്ദേഹത്തിന് എന്തായാലും ഈ ജോലി ചെയ്യുമ്പം അദ്ദേഹത്തിന് ശമ്പളം കൊടുക്കണമല്ലോ. 1 രൂപ വാങ്ങിച്ചുകൊണ്ടല്ലല്ലോ ജോലി ചെയ്യുന്നത്. അത് ആരാണ് ഈ ശമ്പളമൊക്കെ തരുന്നത്? ഈ നാട്ടിലെ സാധാരണക്കാർ കൊടുക്കുന്ന നികുതിയിൽ നിന്നാണ്. അത് ന്യായാധിപനായാലും ശരി, രാഷ്ട്രീയ നേതാവായാലും ശരി, എല്ലാവരും അക്കൗണ്ടബിൾ ആയിരിക്കണം. ആരോട്? നികുതിദായകനോട്, ഈ നാട്ടിലെ സാധാരണ പൗരനോട്. ആ ഉത്തരവാദിത്തം ആര് നിറവേറ്റിയില്ലെങ്കിലും അവരെ പിന്നെ വിചാരണ ചെയ്യപ്പെടേണ്ടത്. ഒരു കാര്യം ചോദിക്കാനുള്ളത് സാർ, ഈ നിമിഷം സാർ ഒരു സംശയം ചോദിക്കാനുള്ളത്, ഈ നിമിഷം വരെ ഈ പറയുന്ന രീതിയിൽ ഈ പോലീസ് ഓഫീസേഴ്സിനെയും ചോദ്യം ചെയ്തിട്ടില്ല, അതുപോലെ സാർ പറയുന്ന ഈ സ്പെഷ്യൽ കമ്മീഷണറെയും ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല എന്നാണോ നാം ധരിക്കേണ്ടത്? അവർക്ക് ഉത്തരവാദിത്തമില്ലേ? അതെ, മാധ്യമ വാർത്തകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ്. അല്ല, അവർക്ക് ഉത്തരവാദിത്തമുള്ളതെന്ന് അറിയാമല്ലോ. പറയൂ സാർ. 100%. അതായത് ആ കാലഘട്ടത്തിൽ ശബരിമലയിൽ സർവീസിലുണ്ടായിരുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരെയും അതുപോലെ സ്പെഷ്യൽ കമ്മീഷണർ ഉൾപ്പെടെയുള്ള ആൾക്കാരെയും നിശ്ചയമായിട്ടും ചോദ്യം ചെയ്യണം. അവരാരും നിയമത്തിന് അതീതരല്ല എന്നുള്ള മഹത്തായ നീതി നടപ്പാക്കിയാൽ മാത്രം പോരാ, അത് ബോധ്യപ്പെടുത്തുകയും വേണം. ആരെ? സമൂഹത്തിന്. കാരണം ഈ സമൂഹത്തിന്റെ ശമ്പളം വാങ്ങിക്കുന്നവര് സമൂഹത്തിനോട് കടപ്പാടുണ്ട്, ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയം, വളരെ അതീവ ഗൗരവമായിട്ടുള്ള വിഷയം. പിന്നെ മാത്രമല്ല, ഇത് വിശ്വാസത്തിന്റെ ഒരു പരകോടിയുള്ള ഒരു സ്ഥലമാണ്. ഇത് ശബരിമല, ഈ കുന്നുകൾ എന്ന് പറയുന്നത് നമ്മുടെക്കാളൊക്കെ ഉയരത്തിലിരിക്കുന്ന ഒരു സ്ഥലമാണ്. അത് അക്ഷരത്തിൽ മാത്രമല്ല അർത്ഥത്തിലും, ലിറ്ററലി ആൻഡ് ഫിഗറേറ്റീവ്ലി എന്ന് ഇംഗ്ലീഷിൽ പറയും. അക്ഷരത്തിൽ മാത്രമല്ല അർത്ഥത്തിലും, രണ്ടിലും അത് ഉത്തരവാദിത്തമുണ്ട്. കാരണം ഈ നാട്ടിലെ കോടിക്കണക്കിന് ഭക്തരുടെ പിന്നെ വിശ്വാസത്തെ ചോദ്യം ചെയ്തു. ഇപ്പം അയ്യപ്പ ഏതെങ്കിലും ദൈവത്തിനെതിരെ സംസാരിക്കുന്നതല്ല ദൈവത്തെ കളങ്കപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ സ്വത്തടിച്ചു മാറ്റുന്നതാണ് ദൈവത്തെ കളങ്കപ്പെടുത്തുക എന്ന് പറയുന്നത്. ദൈവത്തിനെ കളങ്കപ്പെടുത്തുന്നത്, വിശ്വാസത്തെ കളങ്കപ്പെടുത്തുന്നത്, 2 വാക്കുകൾ പിന്നെ വിശ്വാസത്തിനെതിരെ പറയുന്നതല്ല. അവിടെ ആ അസറ്റുകൾ, ആ വിശ്വാസികൾ കൊണ്ടുതരുന്ന കാണിക്ക, ഇതൊക്കെ ദുരുപയോഗം ചെയ്യപ്പെടുമ്പോൾ അവിടെയാണ് ദൈവത്തിന് കളങ്കം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊരു ബ്ലാസ്ഫമി ആണെന്ന് ഞാൻ പറയും. അത്ര ഗൗരവമായ പ്രശ്നമാണ്. ഇത് ലഘൂകരിച്ച് കാണാൻ ഒരു സംവിധാനവും ശ്രമിക്കരുതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ഇതിൻ്റെ ഗൗരവം തിരിച്ചറിയാൻ ഭരണ സംവിധാനങ്ങളോ മറ്റു സംവിധാനങ്ങളോ ഒന്നും തന്നെ തിരിച്ചറിഞ്ഞോ എന്ന് ഞാൻ ഒരു സാധാരണ പൗരൻ എന്നുള്ള നിലയിൽ ഞാൻ സംശയിക്കുക.
കാരണം ഈ തെക്കേ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനുള്ള ഭക്തന്മാർ കൊടുത്ത പിന്നെ പണം ഇത്ര പിന്നെ എന്താണ് നെഗ്ലിജൻസ്, ഇത്ര നിസ്സാരമായിട്ട് അത് ഓരോരുത്തർ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്? ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതായത് ശബരിമലയിലെ ഈ പറയുന്ന ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ചും മുൻ പ്രതിപക്ഷ നേതാവ് SITക്ക് കൊടുത്ത പരാതി അനുസരിച്ചും അന്തർദേശീയ തലത്തിലുള്ള അധോലോക സംഘങ്ങളും പിന്നെ കള്ളക്കടത്ത് സംഘങ്ങളും ഒക്കെയാണ് ശബരിമലയിലെ സ്വർണം കൊണ്ടുപോയത്. ഇത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയമല്ലേ? ഈ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളാണോ ഈ സ്പെഷ്യൽ കമ്മീഷണറും ഈ പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ കണ്ടില്ലെന്ന് നടിച്ചതോ, കാണാതിരുന്നതോ, മനഃപൂർവ്വം കാണാതിരുന്നതോ? കണ്ടിട്ട് ശബരിമലയിൽ എന്തെല്ലാം കണ്ടില്ല എന്ന് നടിച്ചതോ? അല്ല സാർ, കണ്ടിട്ട് കണ്ടില്ല എന്ന് നടിച്ചതോ? അതെ. ശബരിമലയിൽ എന്തെല്ലാം സംഭവിക്കാം? ഈ ശബരിമലയിൽ തീവ്രവാദികൾ നുഴഞ്ഞു കയറിയാൽ എന്ത് സംഭവിക്കും? സംസ്ഥാനത്തെ മതസൗഹാർദ്ദം അപകടപ്പെടുത്തില്ലേ? ഇതൊക്കെയല്ലേ മതസൗഹാർദ്ദത്തിനെതിരെയുള്ള പ്രവൃത്തികൾ? അല്ലാതെ ഏതെങ്കിലും ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നവനെ അറസ്റ്റ് ചെയ്യുന്നതാണ്. അതെ, അതീവ ഗൗരവമായ കൃത്യവിലോപമാണ് പലരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത് വെറുതെ കൈ കഴിയെന്ന് വിചാരിച്ച ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറയാൻ കേരളത്തിലെ ഒരു സംവിധാനത്തിനും പറ്റില്ല എന്നുള്ള വളരെ വ്യക്തവും ദൃഢവുമായ അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം ഈ സമൂഹത്തെ മുഴുവൻ വഞ്ചിച്ച്, സമൂഹത്തെ മുഴുവൻ വിഡ്ഢികളാക്കി ഒരു സംഘം ആൾക്കാർ അധികാരം കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് അവർ നിൽക്കുന്നു. അവിടെ രാജ്യ സുരക്ഷയെ തന്നെ അവർ അപകടത്തിൽപ്പെടുത്തി, സമുദായ സൗഹാർദ്ദത്തെ അപകടപ്പെടുത്തി. എന്തായി കാണിച്ചിരിക്കുന്നത്? ഇതൊന്ന് ചോദിക്കാനും പറയാനും ആളില്ലേ? ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇടപെടേണ്ട ഒരു വിഷയമാണിതെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ഇത് സംബന്ധിച്ച വിശദ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം. അതോ ഇനി നമ്മുടെ വായടപ്പിക്കാൻ ആരെങ്കിലും ശ്രമിക്കുമോ? സത്യത്തിന്റെ മുഖം സ്വർണ്ണപാത്രം കൊണ്ട് വികൃതം മൂടി വെക്കാനുള്ള ശ്രമങ്ങൾ ഇനി നടക്കുമോ? എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം.